നമസ്കാരം. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിൽ നിറയ്ക്കുന്ന പ്രധാനപ്പെട്ടതായ ഉത്സവം തന്നെയാണ് ഓണം. എന്നാൽ ഓണവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം. ഇവിടെ തന്നിരിക്കുന്നത് 2 പൂക്കളമാകുന്നു. ഈ 2 പൂക്കളത്തിൽ ഒരു പൂക്കളം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഒരു നിമിഷം മഹാവിഷ്ണു ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഈ 2 പൂക്കളത്തിൽ ഒരു പൂക്കളം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഏവരും ഒരു പൂക്കളം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. അതിന് മുന്നോടിയായി ഏവരും ഓം നമോ നാരായണായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ വിഷ്ണു പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ പൂക്കളമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ ചില വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. ഗുണാനുഭവങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രതീക്ഷിക്കാതെ തന്നെ പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. അത് ജോലി ലഭിക്കുകയോ അല്ലെങ്കിൽ നിലവിലുള്ള ജോലിയുമായി ബന്ധപ്പെട്ട നേട്ടങ്ങളോ ആകാവുന്നതുമാണ്. കൂടാതെ ഈ സമയം സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കാരണം പണം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു സമയം തന്നെയാണ് ഇത്. പല വഴികളിലൂടെയും സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ഈ പണം നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ചില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ഭാവിയിൽ ദോഷകരമായി തീരാം. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക. എന്നാൽ പണം വന്നു ചേരാതിരിക്കില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. വിദ്യയിൽ ഉയർച്ച നേടുവാൻ വിദ്യാർത്ഥികൾക്ക് വളരെയധികം സഹായകരമായ ഒരു സമയം കൂടിയാണ് ഇത്. വിദ്യയിൽ പല രീതികളിലൂടെയും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അവിവാഹിതരായ വ്യക്തികൾക്ക് വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അനുയോജ്യമായ ബന്ധം ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ അല്ലെങ്കിൽ പ്രണയസാഫല്യം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ നിസ്സംശയം പറയാം. അതിനാൽ വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ വിവാഹാലോചനകൾ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. അതിനാൽ ശ്രമങ്ങൾ നടത്തുക. അനുകൂലമായ ചില യാത്രകൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. നിങ്ങൾ ആഗ്രഹിച്ചതായ സ്ഥലത്തേക്കുള്ള യാത്രകൾ 2 മാസത്തിനുള്ളിൽ തന്നെ സംഭവിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. ആഗ്രഹിച്ച സ്ഥലത്തേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ യാത്രയ്ക്കുള്ള അവസരങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ഔദ്യോഗികമായ കാര്യങ്ങൾക്കായുള്ള യാത്രകൾക്കും സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഈശ്വരാധീനം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ് എന്ന് തന്നെയാകുന്നു. ഈശ്വരാധീനം വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന സമയമായതിനാൽ തന്നെ ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ അനുകൂലമായി തീരാം. പ്രതീക്ഷിക്കാതെ തന്നെ ഭാഗ്യം നിങ്ങളെ കടാക്ഷിച്ചു എന്ന് വരാം. അഥവാ ഭാഗ്യം നാൾക്കുനാൾ വർദ്ധിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. മാനസികപരമായ വിഷമങ്ങൾ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ട്. പലപ്പോഴും ഇത് എപ്രകാരം തരണം ചെയ്യണം എന്ന് പോലും അറിയാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ടാകാം. എന്നാൽ അതിൽ നിന്നും ചില മാറ്റങ്ങൾ വന്നു ചേരാം. മാനസികപരമായ വിഷമങ്ങൾ, അത്തരത്തിലുള്ള ദുഃഖങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. രോഗദുരിതങ്ങളെ നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ ഈ സമയം പ്രധാനമായും നിങ്ങൾ ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിനോടൊപ്പം അന്നദാനം കൂടി ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. അന്നദാനത്തിൻ്റെ ഭാഗമാവുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്നതായ സംഖ്യ അന്നദാനത്തിനായി നൽകുകയോ ചെയ്യുന്നത്
ഈ സമയം ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക. പല ആഗ്രഹങ്ങളും ജീവിതത്തിൽ നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. മനസ്സിന് വളരെ സന്തോഷം പകരുന്നതായ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലുള്ള സമയം കൂടിയാണ് ഇത്. വീട്, അതേപോലെ തന്നെ പ്രതീക്ഷിക്കാതെ തന്നെ ചില വസ്തുക്കൾ നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ സ്വന്തമാക്കുകയോ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുകയോ ചെയ്യാം. ആരോഗ്യം അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ പോലും ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ്. സമാധാനം ആഗ്രഹിക്കുന്നു എങ്കിൽ അതിന് സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഈ സമയം ഈശ്വരാധീനം കുറയില്ല അഥവാ കുറയുന്നതല്ല എന്ന കാര്യം ഓർക്കുക. അതിനാൽ നടക്കേണ്ട സമയത്ത് തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൃത്യസമയത്ത് തന്നെ നടക്കും എന്ന കാര്യം ഓർക്കുക. ബന്ധുക്കൾ പലപ്പോഴും ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എങ്കിൽ പോലും അവരുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. പല കാര്യങ്ങളും പെട്ടെന്ന് നടക്കുകയും തന്മൂലം സന്തോഷകരമായ നിമിഷങ്ങൾ ഇരട്ടിക്കുകയോ ചെയ്യാം. അത്തരത്തിൽ വളരെ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ കടന്ന് വരുന്നതായ സമയമാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെയോ വിഷ്ണു അവതാരങ്ങളെയോ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ വന്നു ചേരേണ്ട ആ ഫലങ്ങൾ, സൗഭാഗ്യങ്ങൾ, തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. രണ്ടാമത്തെ പൂക്കളമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. അപ്രതീക്ഷിതമായ അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അപ്രതീക്ഷിതമായി തന്നെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. പല കാര്യങ്ങളും പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. വിദ്യ, കർമ്മരംഗം, ദാമ്പത്യം, ധനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പുരോഗതി പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് വളരെയധികം നേട്ടങ്ങൾ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ തന്നെ ചില കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ വിദ്യയുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. കർമ്മരംഗത്തേക്ക് വിചാരിക്കാതെ തന്നെ തടസ്സങ്ങൾ ഒഴിയുകയോ ഉയർച്ച നേടുകയോ അല്ലെങ്കിൽ ധനപരമായ നേട്ടങ്ങൾക്കോ സാധ്യത വളരെ കൂടുതലാകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ പല പ്രശ്നങ്ങളെയും ഒരു പരിധി വരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പുരോഗതി ദൃശ്യമാകുന്നതായ ഒരു സമയമാണ് എന്ന് നിസ്സംശയം പറയാം. പല കാര്യങ്ങളും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നു എങ്കിൽ പോലും നടക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ടാകാം. എന്നാൽ ആത്മാർത്ഥമായി ഈ സമയം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ആ കാര്യം നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുന്നതായ സമയമാണ് എന്ന് കൂടി മനസ്സിലാക്കുക. അതിനാൽ നിത്യവും നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ആ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ 10 മടങ്ങ് വർദ്ധിക്കുന്നതാണ്. കൂടാതെ ചില കാര്യങ്ങൾ കൂടി ഈ സമയം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പുതിയ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത് സുഹൃത്തായോ ഗുരുവായോ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പുതിയ വ്യക്തികളെ പരിചയപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ മറ്റു വ്യക്തികളുടെ സഹായങ്ങൾ ലഭിക്കുക, അത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അപ്രതീക്ഷിതമായി നിങ്ങൾ ആഗ്രഹിച്ചതായ കാര്യങ്ങൾ സമ്മാനമായി ലഭിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരാൽ നിങ്ങൾക്ക് അത് ലഭിക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സൽപ്രവർത്തികൾ നിങ്ങൾ പലപ്പോഴായി ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കളങ്കമില്ലാത്ത മനസ്സിൻ്റെ ഉടമകളാണ് നിങ്ങൾ. അത് പലപ്പോഴും പലരും നിങ്ങളോട് പരാമർശിക്കുന്നതായ കാര്യം കൂടിയാകുന്നു.
അതിനാൽ തന്നെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നതായ ശുഭകരമായ കാര്യങ്ങൾ നിങ്ങൾ മുൻപ് ചെയ്ത സൽപ്രവൃത്തികളുടെ ഫലമായി കൂടിയാണ് എന്ന് കൂടി മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ തുലോം കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് സന്തോഷിക്കുവാനുള്ള ചില കാര്യങ്ങൾ സംഭവിക്കാം. അതേപോലെ പെട്ടെന്ന് വിഷമിക്കുന്നവരാണ് നിങ്ങൾ. കാരണം ചെറിയ കാര്യങ്ങൾക്ക് പോലും പലപ്പോഴും വിഷമിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചെറിയ വിഷമങ്ങൾ കൂടി വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഭഗവാനെ ഈ സമയം നിങ്ങൾ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല ആപത്കരമായ ചിന്തകൾ മനസ്സിലുണ്ട് എങ്കിൽ അതെല്ലാം ഒഴിവാക്കി മനസ്സിൽ പോസിറ്റീവായ ഊർജം നിറയ്ക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് വന്നു ചേരും. അപകട സാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നിരുന്നാൽ പോലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ, അത്തരം ദോഷകരമായ കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തുവാൻ ഭഗവാനെ ഈ സമയം ആരാധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവർ നിങ്ങളെ അവഗണിക്കുന്നതാകുന്നു. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ഈ സമയം പലരും നിങ്ങളെ അവഗണിക്കുവാൻ താല്പര്യപ്പെടുന്നതല്ല. സ്വസ്ഥത ഇല്ലാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ടാകാം. എന്നാൽ അതെല്ലാം ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതായ അവസരമാണ് ഇത്. ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാതെ സന്തോഷം കടന്നു വരിക, പ്രതീക്ഷിക്കാതെ തന്നെ വളരെയധികം മനസ്സിന് ആശ്വാസം പകരുന്നതായ വാർത്തകൾ കേൾക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. പല കാര്യങ്ങളുമായി അപവാദം നിങ്ങൾ നേരിട്ടിട്ടുള്ളവരാകുന്നു. അതിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരാം. സഹായിച്ചവർ തിരിച്ച് സഹായിക്കുന്നില്ല എന്നത് നിങ്ങൾ നേരിടുന്നതായ ഒരു പ്രശ്നം തന്നെയാകുന്നു. എന്നാൽ പല കാര്യങ്ങളിലും ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കാം. ചില വ്യക്തികളിൽ നിന്നും സഹായം, അനുകൂലമായ ചില നിലപാടുകൾ പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ് ഇത്. സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ അല്പം അകന്നു പോവുകയും പണം കൈകളിലേക്ക് വന്ന് ചേരുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. പല വ്യക്തികളിൽ നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുന്നു എന്നത് വാസ്തവം തന്നെയാകുന്നു. എന്നാൽ അതിൽ വിഷമങ്ങളുണ്ട് എന്നിരുന്നാൽ പോലും അത് പരിഹരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ പോലും കടന്നു വരാം. അതിനാൽ ആത്മാർത്ഥമായി ശ്രമിക്കുകയാണ് എങ്കിൽ ഈ സമയം ഇത്തരം പ്രശ്നങ്ങൾ കൂടി, അതായത് മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുകൂടി ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളും ആഗ്രഹങ്ങളും നടക്കുകയും ദുഃഖങ്ങൾ ഒരു പരിധിവരെ അകലുകയും ധനം പ്രതീക്ഷിക്കാതെ ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നതായ സമയം തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. അതിനാൽ ഈ സമയം ശ്രമങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ വിജയങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം നിസ്സംശയം പറയാം.